ഈ സ്ലോഗൻ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ ഈ പറഞ്ഞ പരസ്യം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ചെറുപ്പകാലത്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ചൈൽഡ്ഹുഡ് മെമ്മറീസ്, സമ്മർ വെക്കേഷൻ, സ്കൂളിലൊന്നും പോകണ്ട, നിങ്ങളുടെ TV-യിൽ ഈ പരസ്യം വരുന്നു. നൊസ്റ്റാൾജിയ തോന്നുന്നുണ്ടോ? റെസ്ന കേവലം ചില്ലറ കാശിന് ഏതൊരു കുട്ടിക്കും അടുത്തുള്ള കടയിൽ ചെന്ന് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ്. പെർമിഷൻ വേണ്ട, വാങ്ങാൻ ആരുടെ ഹെൽപ്പ് വേണ്ട, പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും മുതിർന്നവരുടെ സപ്പോർട്ട് ആവശ്യമില്ല. കംപ്ലീറ്റ് കൺട്രോൾ കുട്ടികളുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ റെസ്ന അവരുടെ ആഡ്സിൽ ഫോക്കസ് ചെയ്തിരുന്നത് ഫാമിലി, കിഡ്സ്, വെക്കേഷൻ എന്നീ കാര്യങ്ങളായിരുന്നു. നോ ഗ്ലാമർ, നോ സെലിബ്രിറ്റീസ്, ഓൺലി ഹാപ്പിനെസ്. അതുകൊണ്ട് തന്നെ റെസ്നയുടെ ആഡ്സ് വളരെ റിലേറ്റബിൾ ആയിരുന്നു. മറ്റ് കോൾഡ് ഡ്രിങ്ക് ബ്രാൻഡ്സ് വലിയ പരസ്യങ്ങളിലൂടെ സ്റ്റാറ്റസ് സെല് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റെസ്ന ശ്രമിച്ചത് ഇമോഷൻസ് സെല് ചെയ്യാനായിരുന്നു. ബോട്ടിൽ ചെയ്യേണ്ട, കാർബണേറ്റ് ചെയ്യേണ്ട, കോൾഡ് സ്റ്റോറേജിൻ്റെ ആവശ്യമില്ല, പൗഡർ ഫോമിൽ വരുന്നതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വിൽക്കാനും അവർക്ക് സാധിച്ചിരുന്നു. ഒരു കാലത്ത് വലിയ മാർക്കറ്റ് പ്രസൻസ് ഉണ്ടായിരുന്ന റെസ്നയുടെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. പുതിയ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വരവോടുകൂടി റെസ്ന കുറച്ച് പിന്നിലേക്കായെങ്കിലും ഒരുപാട് ആളുകളുടെ നൊസ്റ്റാൾജിക് ബ്രാൻഡ് എന്ന നിലയിൽ ഇന്നും റെസ്ന ഓർമ്മിക്കപ്പെടുന്നു. ഇതുപോലെയുള്ള ബിസിനസ് റിലേറ്റഡ്, ബ്രാൻഡ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഹാപ്പിലി ഫോളോ ബ്രാൻഡ്.